സുപ്രഭാതം. മറ്റൊരു ധന്യമായ പുലർക്കാലം. ഇന്ന് 2024 ജൂൺ മാസം 22-ാം തീയതി ശനിയാഴ്ച. ഇന്നലെ ജൂൺ 21 യോഗ ഡേയും ഇന്റർനാഷണൽ മ്യൂസിക് ഡേയും ആയിരുന്നു. ഏകദേശം 120 രാജ്യങ്ങളോളം സംഗീത ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. നമുക്ക് യോഗയും രണ്ടും കൂടി മെർജ് ചെയ്ത് വരാത്തത് കൊണ്ട് ആർട്സ് ഡേ ശനിയാഴ്ച ആയതുകൊണ്ടും ഇന്ന് നമ്മളത് സമുചിതമായി ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ആർട്സ് ഡേ അത് ആഘോഷിക്കുകയാണ്. അതും 111-ാം ദിനത്തിൽ, വി ബെസ്റ്റിന്റെ 111-ാം ദിനത്തിൽ. എല്ലാവർക്കും ഈ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആർട്സ് ഡേയും ഒപ്പം നമ്മുടെ 1000 ഡേ സെലിബ്രേഷന്റെ നന്മ നിറഞ്ഞ ഓർമ്മകളുമായി സമൃദ്ധമായ നിറവിന്റെ ദിനങ്ങളെ ഓർമ്മിക്കാം ഒന്നുകൂടി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടത് നല്ലതാണെന്ന് തോന്നുന്നു. ഒപ്പം മോഹനേട്ടന്റെ ചെറിയ അനുഭവ കുറിപ്പുകളും ഇന്നുണ്ടാകും എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതെല്ലാം കൂടി ചേർന്ന ഒരു അനുഭവവുമായി നമുക്ക് ഇന്നത്തെ ആരംഭിക്കാം. ഓർ ടു യു ജോസഫ് ജോൺ സാർ. ഐസക് സാർ നമസ്കാരം. താങ്ക് യു. ജോസഫ് ജോൺ സാറിലേക്ക് പോയിട്ട് ജയമാർജിയിലേക്ക് പോവാം. ഓക്കെ, ജോസഫ് ജോൺ സാർ. റെഡിയാണ് സാർ, സെറ്റ്. ഓക്കെയാണ് സാറിന്റെ നെറ്റ്വർക്ക് സ്റ്റേബിൾ അല്ല. പതിവിലും വ്യത്യസ്തമായിട്ടൊന്ന് റെഡാണ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ കണ്ടിന്യൂ. ഉണ്ട് സാറിന്റെ ഇപ്പൊ സ്റ്റേബിളായി, കുറച്ചുകൂടി സ്റ്റേബിളായി. സാർ കണ്ടിന്യൂ. പ്രിയമുള്ളവരെ, ജൂൺ 21 വളരെയേറെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ എങ്ങനെ ശാരീരികമായും മാനസികമായും എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിൻ്റെ ഒരു സമ്പൂർണ്ണ അല്ലെങ്കിൽ സമഗ്രമായ സന്ദേശം നൽകുന്ന 2 ആചരണങ്ങൾ ആ ദിവസമുണ്ട്. ഒന്ന് യോഗ ദിനം, മറ്റൊന്ന് സംഗീത ദിനം. സംഗീതത്തെ കുറിച്ച് പറയാൻ തുടങ്ങി അവസാനിക്കില്ല. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് സംഗീതം. പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് സംഗീതം. പ്രപഞ്ചത്തിന്റെ ആത്മാവാണ് സംഗീതം എന്ന് പ്ലേറ്റോ പറയുന്നു. സംഗീതത്തിന്റെ ഭാഷ എന്താണ്? സംഗീതത്തിന് അക്ഷരങ്ങളുടെ ആവശ്യമില്ല, അല്ലെ? സംഗീതത്തിന്റെ ഭാഷ അല്ലെങ്കിൽ സംഗീതം എന്നത് ആത്മാവിന്റെ ഭാഷയാണ്. ആത്മാവ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വ്യവസ്ഥകൾക്ക് അപ്പുറമായിട്ട് നിൽക്കുന്ന ഒരു സ്പിരിറ്റാണ്, അല്ലെ? ഒരു നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നു, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ പ്ലേറ്റോ പറയുന്നു, സംഗീതം പ്രപഞ്ചത്തിന് ആത്മാവ് നൽകുന്നു, മനസ്സിന് ചിറകുകൾ നൽകുന്നു, ഭാവനയ്ക്ക് പറക്കാൻ ഉള്ള ചേതന നൽകുന്നു, എല്ലാത്തിനും ജീവൻ നൽകുന്നതും സംഗീതമാണെന്നാണ് പ്ലേറ്റോ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടുകളിൽ ഒന്നാണ് അത്. ഖലീൽ ജിബ്രാനാണ് പറയുന്നത് ആത്മാവിന്റെ ഭാഷയാണ് സംഗീതം. അപ്പോൾ ഈ 1-2 പ്രസ്താവനകളിൽ നിന്ന് തന്നെ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ സംഗീതത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതം തന്നെ സംഗീതമേ, ജീവിതം ഒരു മധുര സംഗീതമേ, ജീവിതം ഒരു മധുഗീതമേ, ജീവിതം സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്ന
സങ്കല്പം പോലെല്ലാം സാധിക്കുമെന്നാൽ സംഗീതമേ ഗീതമേ ജീവിതം ഒരു മധുര സംഗീതമാക്കി ജീവിതത്തെ മാറ്റണമെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ട ചില പാതകളുണ്ട്. അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇന്ന് സംഗീത ദിനത്തോടൊപ്പം തന്നെ നമ്മൾ 1000 ദിനങ്ങളിൽ നേടിയ ആ ഒരു ആവിഷ്കാരത്തിൻ്റെതായിട്ടുള്ള സൂചന, ഉദാഹരണങ്ങൾ നമ്മളിന്ന് കാണുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി കോർത്തിണക്കിയാണ് ഇന്നത്തെ ആർട്സ് ഡേ നാം ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. അതിനായി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥന നമ്മുടെ പ്രിയപ്പെട്ട ഓംകാരൻ ടീച്ചറാണ്. ഓംകാരൻ ടീച്ചറിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥന. എപ്പോഴും നല്ലും അഖിലേശ്വര ഹൃദയത്തിലങ്ങയെ കാണുവാനായി, എപ്പോഴും നല്ലും അഖിലേശ്വര ഹൃദയത്തിലങ്ങയെ കാണുവാനായി, കായാമ്പുമേനി കണ്ടു കിട്ടാൻ കണ്ണുനീരോടെ വിളിച്ചിടും നീൻ. കായാമ്പുമേനി കണ്ടു കിട്ടാൻ കണ്ണുനീരോടെ വിളിച്ചിടും നീൻ. കണ്ണനെ കാർമുകിൽ വർണ്ണനെ ഞാൻ കാണാതെ പോകുന്നതെങ്ങനാണ്. കണ്ണനെ കാർമുകിൽ വർണ്ണനെ ഞാൻ കാണാതെ പോകുന്നതെങ്ങനാണ്. ഉൾക്കനിവോടെന്നെ ദർശിക്കണേ, കൈ തൊഴുതങ്ങേ സ്തുതിക്കുന്നു ഞാൻ. ഉൾക്കനിവോടെന്നെ ദർശിക്കണേ, കൈ തൊഴുതങ്ങേ സ്തുതിക്കുന്നു ഞാൻ. ഓമന കണ്ണനെ കാർമുകിൽ വർണ്ണനെ കണ്ടാൽ മതി എൻ്റെ ദുഃഖം തീരാൻ. ഓമന കണ്ണനെ കാർമുകിൽ വർണ്ണനെ കണ്ടാൽ മതി എൻ്റെ ദുഃഖം തീരാൻ. പാപമറിയാത്ത പരിശുദ്ധ രൂപനെ എപ്പോഴും കണ്ട് സ്തുതിക്കുന്നു ഞാൻ. പാപമറിയാത്ത പരിശുദ്ധ രൂപനെ എപ്പോഴും കണ്ട് സ്തുതിക്കുന്നു ഞാൻ. എപ്പോഴും നല്ലും അഖിലേശ്വര ഹൃദയത്തിലങ്ങയെ കാണുവാനായി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം സർ, കേൾക്കാം. മൊബൈലിലേക്ക് കയറി. അപ്പോൾ ഇന്ന് ഓംകാരൻ ടീച്ചറിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം കണ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട്. എന്തുകൊണ്ടാണ് അത് ഞാൻ പറയാൻ കാരണം, സമചിത്തതയുടെ പ്രതീകം, ആനന്ദത്തിന്റെ പ്രതീകം, ഇത് രണ്ടുമാണ് നമ്മൾ തേടുന്നത്.
കണ്ണന്റെ കവിളിൽ നിൻ സിന്ദൂരത്തിലകത്തിൻ വർണ്ണരേണുക്കളിന്നും കണ്ടല്ലോ രാധേ. ഈ പാട്ടിന്റെ ട്യൂണ് വന്നുകൊണ്ട് ഞാനത് ഓർത്തത് വളരെ മനോഹരമായ മറ്റൊരു ഗാനമാണത്. അത് ബാലമുരളി കൃഷ്ണ പാടിയ ഗാനം. നമുക്ക് അടുത്തത് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ എക്കാലത്തെ ക്യാപ്റ്റൻ, സുന്ദരനും സുമുഖനുമായ കലയുടെ പ്രതിരൂപമായ RK രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. സർ മൈക്ക് മ്യൂട്ടാണേ. കേൾക്കാമോ സാറേ? ഓക്കെയാണ് സർ, ഓക്കെയാണ് സർ, താങ്ക് യു. ആർട്സ് ഡേയില് കണ്ണന്റെ ശ്രുതിമധുരമായ പാട്ടൊക്കെ കേട്ട് നമ്മളാകെ പൊരുത്തരിച്ചിരിക്കുമ്പോൾ സ്വാഗതത്തിനിടയിലും ഒരു കണ്ണന്റെ കഥയോടുകൂടി തന്നെ ആകാമെന്ന് തോന്നുന്നു. TOT-യിൽ ഒരു തവണ ഞാൻ സൂചിപ്പിച്ച കോന്തുണ്ണിയുടെ ഭക്തിയെപ്പറ്റി ഒരു 2 മിനിറ്റ്. വില്യമംഗലം സ്വാമിമാരുടെ ഏറ്റവും വലിയ ഭക്തനുള്ള ഭൃത്യനും ആയ കോന്തുണ്ണി, പക്ഷെ ആള് മന്ദബുദ്ധിയും പാമരനും നിരക്ഷരനും ഒക്കെയാണ്. സർ വീണ്ടും മ്യൂട്ടായി പോയി. ഓക്കെയാണ് സർ, ഓക്കെയാണ്. എനിക്കൊരു സംശയം ഉണ്ടാകുന്നേ, ഒന്ന് നിവർത്തിക്കണം. സ്വാമിയാരും പറഞ്ഞു. എന്താണ്? പറഞ്ഞോളൂ. അടിയന് വന്ന് ഭഗവാനെ ഭജിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് ഏത് രൂപത്തിലാണെന്ന് അറിയില്ല, ഒന്ന് പറഞ്ഞു തരണം. സ്വാമിയാർ വളരെ തമാശയിൽ പറഞ്ഞു, അത്രേ ഉള്ളോ? ഇതിനെന്താ സംശയം? കോന്തുണ്ണി എരുമയെ കണ്ടിട്ടില്ലേ? ചട്ടി എരുമയെ. ആ രൂപത്തിലങ്ങ് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഓ, ആവട്ടെ അങ്ങൊന്നേ. പിന്നീട് ഒരു 5-6 മാസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ KS നായരൊക്കെ ഗുരുവായൂരെത്തതുപോലെ ഈ പറഞ്ഞ വില്യമംഗലം സ്വാമി ഇദ്ദേഹത്തെയും കൂട്ടി ഗുരുവായൂരെത്തുന്നത്. ആ സമയത്താകട്ടെ ശീവേലിക്ക് തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കാൻ വേണ്ടിയുള്ള സമയവുമാണ്. പക്ഷെ എന്തൊക്കെ ശ്രമിച്ചിട്ടും ശ്രീലകം വരെ മാത്രമേ അത് നടത്തി കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ. എന്ത് കേട്ടത് പുറത്തേക്ക് കടത്താൻ സാധിക്കുന്നില്ല. ഭക്തജനങ്ങളൊക്കെ ആകെ ഉത്കണ്ഠാകുലരായി നിൽക്കുകയാണ്. കീഴ്ശാന്തിമാരിൽ പലരും ശ്രമിച്ചു, എന്നിട്ടും പറ്റുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് സ്വാമിമാരും മണ്ഡപത്തിനടുത്ത് തന്നെയുണ്ട്. അദ്ദേഹത്തിന് പിന്നിൽ തന്നെ നമ്മളെ കോന്തുണ്ണിയും നിൽപ്പുണ്ട്. ഇവിടുത്തെ കോലാഹലമൊക്കെ കണ്ടപ്പോൾ കോന്തുണ്ണി നല്ല സ്വാമിമാരുടെ കേൾക്കത്തന്നെ പറഞ്ഞു, തിരുമനസ്സേ, എരുമയുടെ കൊമ്പ് തട്ടിയിട്ടാണ് ബിംബം പുറത്തേക്ക് വരാത്തത്. ഒരല്പം ചെരിച്ച് കടത്താൻ അവിടുന്ന് ഒന്ന് ആജ്ഞാപിച്ചാൽ മതിയല്ലോ. സ്വാമിയാർ അത് പറഞ്ഞതും വളരെ പെട്ടെന്ന് തന്നെ തിടമ്പ് പുറത്തേക്ക് കടത്താൻ കഴിയുകയും ശീവലി തുടരുകയും ചെയ്തു. കോന്തുണ്ണിയെ 5-6 മാസങ്ങൾക്ക് മുന്നേ കളിയാക്കിയതിൽ വളരെയധികം വിഷമം തോന്നിയ സ്വാമിയാർ പറഞ്ഞു, കോന്തുണ്ണി, നീ തന്നെയാണ് എന്നേക്കാൾ ഭക്തൻ. നിന്റെ വേണ്ടിയാണ് ഗുരുവായൂരപ്പൻ ഇന്ന് എരുമയുടെ വേഷം കെട്ടിയതെന്ന്. ഇവിടെ ഭക്തന്റെ സങ്കല്പമാണ് ഭഗവാൻ സാക്ഷാത്കരിച്ചത്. അങ്ങനെയുള്ള നമ്മുടെ സങ്കല്പ ശക്തികളെ ഓരോ ദിവസവും അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നമ്മെ നയിക്കുന്ന നമ്മുടെ ബൈജു പാം സാറിനെയും നല്ല പാതി ഡിൻസി മാമിനെയും ഊഷ്മളമായ സ്നേഹത്തോടെ ഇന്നത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എന്നെന്നും വിദ്യാർത്ഥിയായി തുടരാൻ ആഗ്രഹിക്കുന്ന യോഗാചാര്യൻ ജോയ് ജോൺ സാറിനെയും വീവസ്റ്റിന്റെ അഹങ്കാരം എന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച എനർജൈസർ ഐസക് സാറിനെയും
ഓരോ ദിവസവും വ്യത്യസ്തമായ കോട്ടുകൾ നൽകി നമ്മെ ചിന്തിപ്പിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ അധ്യക്ഷൻ സജീഷ് സാറിനെയും ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അംബാസഡർ ജോസ് കുര്യൻ സാറിനെയും ആചാര്യൻ KS നായർ സാറേയും ഏറെ അഭിമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഗീതാചാര്യന്മാരായ ജോയ് ജോൺ സാറിനെയും ജയകുമാറിനെയും താളരാഗലവിധമായി ഇതിലേക്ക് ക്ഷണിക്കട്ടെ. പുതിയ ലീഡേഴ്സായ സജിത മാം, ഗീതാ പങ്ക ടീച്ചർ, വിമൽ സാർ എന്നിവരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പാസ്റ്റ് ലീഡേഴ്സിനെയും ട്രെയിനേഴ്സിനെയും ടീച്ചേഴ്സിനെയും യൂട്യൂബേഴ്സിനെയും കൃഷി തന്നെ ജീവിതമെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഏതാനും ചിലർ, ജാൻഫി സാറും വിമൽ സാറും ലിസ ടീച്ചറും ഒക്കെയുള്ള എല്ലാ ഹൃദയബന്ധുക്കളെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വളരെ വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി അതിലേറെ അഭിമാനത്തോടും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. താങ്ക് യു RK-ജി. മനോഹരമായ കഥയിലൂടെ നമ്മളെ സ്വാഗതം ചെയ്ത RK-ക്ക് നന്ദി. കേൾക്കാമല്ലോ അല്ലേ? എൻ്റെ ഇത് ഇപ്പൊ ഓക്കെയാണ് സാർ, ഓക്കെയാണ്, കുഴപ്പമില്ല. ഓക്കെ. അടുത്തതായി നമ്മുടെ ഗുരുനാഥന്റെ വാക്കുകളാണ്. ഓരോ പ്രഭാതവും നമ്മളെ ഉണർത്തുന്ന, ഉയർത്താൻ സഹായിക്കുന്ന വാക്കുകൾക്കായി. താങ്ക് യു ജോസഫ് ജോൺ സാർ, താങ്ക് യു സോ മച്ച്. മനോഹരമായ പ്രാർത്ഥന, നമ്മളെ ഉണർത്തിയ പ്രാർത്ഥന. താങ്ക് യു ഓങ്കാരൻ ടീച്ചർ. ഹൃദ്യമായ സ്വാഗതം RK. താങ്ക് യു ക്യാപ്റ്റൻ. ഇന്നത്തെ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരും. 1 കോടി തവണ ജപിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം ധ്യാനിക്കുന്നത്. 1 കോടി പ്രാവശ്യം ധ്യാനിക്കുന്നതിന് തുല്യമാണ് ലയിച്ചു ചേരുന്നത്. 1 കോടി തവണ ലയിക്കുന്നതിന് തുല്യമാണ് 1 തവണ ഗാനം ആലപിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകും, സംഗീതത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല. ആദ്യമേ തന്നെ എല്ലാവരുടെയും ജീവിതം സംഗീത സാന്ദ്രമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭാഷയില്ല, ഒരു വിവേചനവുമില്ലാത്ത ഒരു അനുഗ്രഹീതമായ ഒരു സംഗീതം. അപ്പോ അതിൽ നമുക്ക് വിബസ്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഗീതം നമ്മളെ ഒരുമിപ്പിക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. ഒരു പാട്ട് പാടിയാൽ അതുവരെ ഉണ്ടാകുന്ന എല്ലാ മൂഡുകളും മാറും. അപ്പൊ വിബസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നതിൽ സംഗീതത്തിനുള്ള പ്രാധാന്യം നമ്മൾ പറയേണ്ടതില്ല. ഞാൻ ഈ മ്യൂസിക് ഡേ എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് ചരിത്രത്തിലേക്ക് ഒന്ന് പോയി. ഇത് എവിടെയാണ്, എന്താണ് ആരംഭിച്ചത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നലെ മറന്നുപോയത് ഓർപ്പിച്ചപ്പോഴാണ് ജയകുമാർജി ഓർപ്പിച്ചു. കാരണം യോഗ മുന്നിലേക്ക് വന്നപ്പോൾ സംഗീത സെയിം ഡേ വന്നതുകൊണ്ട്. ഇത് ആരംഭിച്ചത് 1982 ഫ്രാൻസിലാണ് ഇത് തുടങ്ങിയത്. ഒരു മ്യൂസിക് ഡേ വേണമെന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് ജാക്ക് ലാങ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. അമേരിക്കയിൽ ഞാൻ ജനിച്ച വർഷം 1976 അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയൽ ഒരു ദിവസം പൂർണ്ണമായിട്ടും സംഗീതത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞ് അന്ന് സംഗീത ദിനമായി, അതായത് രാവിലെ തൊട്ട് രാത്രി ഒരു ഫുൾ ഡേ 24 hours സംഗീതം ആലപിച്ചുകൊണ്ട് ഒരു ഡേ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് 1982 സംഗീത ദിനമായി ജൂൺ 21 ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ഡേ ആണ് ജൂൺ 21. ഒരുപാട് പ്രത്യേകതകളുണ്ട് ജൂൺ 21. അപ്പോ ഇന്നത് 120 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള 120 രാജ്യങ്ങൾ
അത് മ്യൂസിക് സംഗീത ദിനമായി ആചരിക്കും. നമ്മളും അതിനോട് ചേരുകയാണ്. പ്രത്യേകം ഈ ദിനത്തിൽ നമ്മുടെ മ്യൂസിക് അധ്യാപകനായ ജയകുമാർ സാറിനെ അഭിനന്ദിക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങണം. കാരണം നമുക്കുമുണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പരിശീലന പരിപാടി തുടങ്ങിയത്. കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചായിരുന്നു. അത് സജീഷ് നെന്മാറയുടെ നേതൃത്വത്തിലാണ്. അതിനു മുമ്പ് നമ്മുടേതായിട്ടുള്ള മറ്റ് വിഷൻ ബോർഡും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസുകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിനുശേഷം നമ്മൾ തുടങ്ങിയ ആദ്യ ക്ലാസ് ഓർക്കണം, മറ്റൊന്നും ആയിരുന്നില്ല, സംഗീത ക്ലാസ് ആണ്. അതിന് നേതൃത്വം കൊടുക്കുകയും ഒരു പരാതിയില്ലാതെ, കാരണം സംഗീതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ആവേശത്തിൽ എടുത്തു ചാടി നമ്മൾ തുടങ്ങിയ അല്ലെ അങ്ങനെ വരുന്നതാണ്. പക്ഷെ അതിൽ നിലനിൽക്കുന്ന ഞാൻ അറിയുന്നു 5-6 പേര് ബസ്സിൽ ഇപ്പോഴും ഉണ്ട്. സാറിന് അതൊരു തുടക്കമായി, മറ്റുള്ളവരും പലരും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന 8 പേരോളം ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഞങ്ങള് എല്ലാവരും സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ചിലപ്പോൾ കറക്റ്റായിട്ട് വരാത്തതുകൊണ്ടാവും. എന്തായാലും കൂടുതൽ പേര് ഈ സംഗീത ദിനത്തോടനുബന്ധിച്ച് ജയകുമാർ സാറിന് ഒരു പ്രചോദനമാവട്ടെ. ആർക്കെങ്കിലും നമ്മുടെ വീടുകളിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ പഠിക്കണമെങ്കിൽ താല്പര്യമുള്ളവരെ, കുറച്ചുകൂടി അതിനോട് താല്പര്യമുള്ളവരെ കൂടി ചേർക്കണമെന്ന് ഈ ദിനത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ജയകുമാർ സാറിന് എല്ലാവരും ഒരു ലവ്, സ്നേഹം എന്ന് അദ്ദേഹത്തെ ആദരിക്കുന്ന ദിനമാണ്. നമ്മുടെ ജോസഫ് ജോൺ സാർ എല്ലാത്തിൻ്റെയും ജീവിതത്തിലെ സംഗീതവും കലയും ഒക്കെ ഇങ്ങനെ കൂടെ കൊണ്ടുനടക്കുന്ന ആളാണ്. പക്ഷെ സംഗീതം മാത്രമായിട്ട് പോകുന്ന നമ്മുടെ ജയകുമാർ സാറിന് ഒരു പ്രത്യേകം അഭിനന്ദനങ്ങൾ. ചുവന്ന പൂക്കൾ ആ ഹൃദയം പകർന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഡേ സെലിബ്രേറ്റ് ചെയ്യുക. ഫോട്ടോ ഒന്ന് ചിരിക്കൂടി ചെയ്താലല്ലേ ഫോട്ടോ എടുക്കുന്നതിൽ സുഖം ഉണ്ടാവും. റെഡി, 1, 2, 3. ക്യാമറ ഓൺ ആക്കാം ആദ്യം. പ്രിയ ടീച്ചറെ ക്യാമറ ഫ്രെയിമിലേക്ക് വാ. താങ്ക് യു ടീച്ചർ. ഓക്കെ, ഇല്ലെങ്കിൽ ഈ ഫ്രെയിം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പോവാ. ബ്ലാങ്ക് ഫ്രെയിം. താങ്ക് യു ഐസക് സാർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. റെഡി, 1, 2, 3. ചീസ് പറ. ചീസ്. ഹായ്, എന്ത് ഭംഗിയാ. താങ്ക് യു. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് സേവ് ചെയ്തോട്ടെ. സോറി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ഇനി സംഗീത ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിതാണ്, ഒരു ഫ്രെയിം കിട്ടിയില്ല. സോറി, കോപ്പി ചെയ്തപ്പോ മാറിപ്പോയി. ഒന്ന് ചിരിച്ചേ. മോഹനേട്ടനെ ചിരിക്കാത്തെ. ഹലോ, ചീസ്. താടിക്ക് കൈമാറ്റൂ രേഷ്മാജി. താങ്ക് യു. ശരി, താങ്ക് യു. ഓക്കെ, സെക്കൻഡ് ഫ്രെയിം. ഡിൻസിയുള്ള ഫ്രെയിമാണിത്. താങ്ക് യു. ഇനി എന്ത് മാറ്റണം, എഡിറ്റ് ചെയ്യണമെന്നൊന്നും എന്നോട് പറയാൻ നിൽക്കരുത്. താങ്ക് യു. ഇല്ലെങ്കിൽ എനിക്ക് പണിയാവും. അതൊന്നുകൂടി ഒന്ന് മാറ്റി ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. ശരി, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഫോട്ടോ രണ്ടും എടുത്തു. കെ എസ് നായർ സാറിന് ഇത്തിരി ഗൗരവം ഉണ്ടല്ലോ, എന്ത് പറ്റി? ട്രെയിനിലായതുകൊണ്ടാണോ? ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ജോസഫ് ജോൺ സാർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഞാൻ സജീഷ് സാറിനെ ഇന്നലെ വിളിച്ചിരുന്നു. ഞാനും സ്റ്റേബിൾ അല്ല, എൻ്റെ നെറ്റ്വർക്കും സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് ഞാൻ തുടർ പരിപാടികൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സജീഷ് സാറിനെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സജീഷ് സാർ, ഓവർ ടു യു. സജീഷ് സാർ. താങ്ക് യു സാർ. താങ്ക് യു ജോസഫ് ജോൺ സാർ, ആർട്സ് ടീം. എല്ലാവർക്കും സുപ്രഭാതം. ലോക സംഗീത ദിനം. സാർ ഇപ്പോൾ അതിൻ്റെ ചരിത്രം പറഞ്ഞു. ഒരൊറ്റ കോട്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നത്, മനസ്സിന് അസുഖം തോന്നുമ്പോൾ ദേശം സംഗീതം നല്ലതാണ്. മനുഷ്യരെന്ന ഈ അത്ഭുത പ്രതിഭാസത്തിന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായത് അത്രേ സംഗീതം. ഇതൊരു സംഗീതജ്ഞന്റെ വാക്കുകളല്ല. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ലോകം കണ്ട ഏറ്റവും മികച്ച കേരളത്തിന്റെ അഭിമാനമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളാണ്. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, സംഗീതം കൊണ്ട് അസുഖം മാറ്റുന്ന ചിത്രമല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള സംഗീതത്തിൽ ആറാടുന്ന ആളുകളാണ് ജയകുമാർ സാറും ജോസഫ് ജോൺ സാറും ഒക്കെ ഇവിടെ ഉള്ളത്. പക്ഷെ എത്ര തന്നെ ആയാലും ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. എത്ര പഠിച്ചാലും അതിൻ്റെ ഒരു കരയും, ത്യാഗരാജ സ്വാമികൾ പോലും പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ അതിൻ്റെ ഒരു കര തൊട്ടിട്ടേ ഉള്ളൂ.
എന്നാണ് ഒരു അറ്റത്ത് വന്ന് തൊട്ടിട്ടേ ഉള്ളൂ, ഇനിയും ഒരുപാട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമൊക്കെ ആവാൻ നമ്മുടെ പ്ലാറ്റ്ഫോമിലും ജയകുമാർ സാറ് മുഖാന്തരം പലർക്കും അവസരം ലഭിച്ചു. അതിൽ ജയകുമാർ സാറിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ ലോക സംഗീത ദിനത്തെക്കുറിച്ച് നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല, സംഗീതജ്ഞന്മാർ തന്നെ സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് ജയകുമാർ സാറെ വളരെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം ലോക സംഗീത ദിനത്തെക്കുറിച്ചും ഒരു പാട്ടുകൂടിയായാൽ മനോഹരമായി എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജോസ് ജോൺ സാറോട് പറഞ്ഞാണ്. പക്ഷെ സാറുടെ തൊണ്ട ശരിയില്ലാത്തതുകൊണ്ട് പാട്ടിനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോൾ ജയകുമാർ സാറുടെ ഒരു പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ സംഗീത ദിനം ആരംഭിക്കാം. ജയകുമാർ സാർ പ്ലീസ്. താങ്ക് യു. എന്നെ കാണാലോ കേൾക്കാലോ അല്ലേ? കാണാൻ കേൾക്കാം. ഓക്കെ, താങ്ക് യു. ബഹുമാനപ്പെട്ട ആരാധനായ ഗുരുനാഥൻ ബൈജു സർ, അതുപോലെ ഡിൻസി മാഡം, അദ്ദേഹത്തിന്റെ ശക്തിയായ ഭാഗം ഡിൻസി മാഡം, ബീബസ്റ്റിന്റെ നെടുന്തൂടുകൾ കോർ ടീം ആയ ഐസക് അബ്രഹാം സാർ, സജീഷ് നമാർ സാർ, ഗുരുഭൂതന്മാരായ നമ്മളുടെ ജോസ് കുര്യൻ സാർ, നായർ സാർ, അതുപോലെ യോഗാചാര്യൻ ജോയ് ജോൺ സാർ, ലിസി മാഡം, മറ്റ് എല്ലാ ഹൃദയബന്ധുക്കളും, കലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കല ജീവിതത്തിന്റെ വരദാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം അഹോരാത്രം പ്രയത്നിക്കുന്ന, അതിനെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരുന്ന നമ്മുടെ ആർട്സ് ടീം, അതിന്റെ സമാരാധനായ ലീഡർ ജോസഫ് ജോൺ സാർ, അതുപോലെ RK സാർ, സൗമ്യ, മറ്റ് എൻ്റെ സുഹൃത്തുക്കൾ, ഗ്രൂപ്പ് ലീഡേഴ്സ്, ജീവിത ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് യാത്രയിൽ സഞ്ചരിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൈചേർത്ത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഗ്രൂപ്പ് ലീഡേഴ്സ്, മറ്റ് ഹൃദയബന്ധുക്കൾ, എല്ലാവരെയും, നന്മ നിറഞ്ഞ എല്ലാ മനസ്സുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം ഒരു ഭാഗ്യമാണ്. ഇന്നലെ യോഗ ഡേ ആയിരുന്നു, അതേപോലെ മ്യൂസിക് ഡേ. ഞാൻ തന്നെ ഈ മ്യൂസിക് ഡേയും യോഗ ഡേയും ഒരു ദിവസമാണ് വരുന്നതെന്ന് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മനസ്സിലാക്കിയത്. കാരണം അത് ഈ യോഗ ഡേ എന്നുള്ളത് വളരെയധികം പ്രചാരമുണ്ട്. മ്യൂസിക് ഡേ ആണ്, ഇന്റർനാഷണൽ മ്യൂസിക് ഡേ കൂടി അന്നാണെന്നുള്ളത് വളരെ കുറച്ച് പേരൊക്കെ അറിയുന്നു. സംഗീതത്തെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സംഗീതം അഭ്യസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഭാരതത്തിലെങ്കിലും. ഇതൊക്കെ പാശ്ചാത്യ നാടുകളിലാണ് ഇതൊക്കെ തുടങ്ങി വരുന്നവരും. അവിടെയാണ് ഇത് കൂടുതലായിട്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. പലതും ഭാരതത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്, പൗരാണികമായ പല കാര്യങ്ങളും, യോഗയും സംഗീതവും ഒക്കെ പ്രാധാന്യം. പക്ഷെ മറ്റു നാടുകളിൽ അതിനുള്ള പ്രാധാന്യം കൂടുതലായിട്ട് അവരതിനെ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത് പൗരസ്ഥരെക്കാൾ പാശ്ചാത്യരാണ് എന്നുള്ളതാണ് ഇതിൽ സത്യം. ലോകത്തെ സംഗീതത്തെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട, ബൈജു സാർ തുടങ്ങി വെച്ചു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയനാണ് ഇതിനു വേണ്ടി തുറക്കമിട്ടത്. ആർക്കും എവിടെയും ആടിപ്പാടാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഈ ദിവസം 1976 അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് ഒരു 6-7 വർഷത്തിന് ശേഷം അമേരിക്കയിൽ ശരിക്കും ഈ ആശയം യാഥാർത്ഥ്യമായില്ല എന്നുള്ളത്. ഫ്രാൻസിലാണ് പിന്നെ അത് വരുന്നത്. ഫ്രഞ്ച് മന്ത്രി ആയിരുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ജാക്ക് ലാങ് ആണ് ജൂൺ 21 സംഗീത ദിനമായി നിർദ്ദേശിച്ചത്. ശരിക്കും ഇത് ഫ്രഞ്ചിൽ പറയുന്നത് ഫെറ്റെ ഡെ ലാ മ്യൂസിക് എന്നാണ് ഇത് പറയുന്നത്. ഈ ലോക സംഗീത ദിനത്തിനുള്ള അതിന്റെ ഫ്രഞ്ചിലുള്ള ഫെറ്റി ഡെ ലാ മ്യൂസിക് 1982 മുതലാണ് ഇത് ആചരിച്ച് തുടങ്ങിയത്. സംഗീതത്തിലൂടെ ലോക സമാധാനം, ഇതാണ് അന്തർദേശീയ സംഗീത ദിനത്തിന്റെ ആദർശ സൂക്തം എന്നൊക്കെ പറയാവുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ സംഗീതത്തിലൂടെ ലോക സമാധാനം. ശരി, നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ അതുണ്ട്. ഇതുവരെ എല്ലാവരും സംഗീതം ഒരു സന്തോഷം തരുന്ന സമാധാനം. ഇതിപ്പോ ഈ പറയുന്ന പോലെ ഈ അന്തർദേശീയ സംഗീത ദിനം 100-ലേറെ രാഷ്ട്രങ്ങൾ, സാറ് പറഞ്ഞ പോലെ നമ്പർ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് ഈ സംഗീത ദിനമായി ആചരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഈ ഒരു ശ്ലോകം സ്റ്റോപ്പായി ഹാങ് ആയിപ്പോയി സാർ. അടിപൊളിയാണോ? സാറ് സ്റ്റക്കായി. അതെ അതെ. ജയകുമാർ സാർ പ്ലാറ്റ്ഫോമിലുണ്ട്, പക്ഷേ ഓക്കെ ഓക്കെ, നമുക്ക് ആ സമയത്തേക്ക് സെറ്റായി വരട്ടെ സാറേ.
ഒരു പാട്ടാണ്. ആ ആരാണ് നെക്സ്റ്റ് ആരാ സർ? സാറ് വീഡിയോ ഉണ്ടെങ്കിൽ അത് ഷോ യെസ് ചെയ്താൽ സർ, യെസ് സർ, യെസ് സർ, റെഡി സർ, റെഡി. സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം. സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ, സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ സങ്കല്പം പോലല്ല സാധിക്കുമെന്നാൽ സംഗീതമേ ജീവിതം. അപ്പൊ ഞാനിത് മനഃപൂർവ്വം പാടിയതാണ്. സംഗീതമാണ് ജീവിതം. നമ്മൾ സങ്കല്പിക്കുന്നതൊക്കെ അതുപോലെ വരുന്നുവെങ്കിൽ ജീവിതം സംഗീതമല്ലേ. ഓക്കെ, നമുക്ക് ആദ്യം മധുജി ഒരു ഗാനം ആലപിക്കും. പതിനാലാം മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. തത്തമ്മച്ചുണ്ട് ചുവന്ന തളിവെറ്റിലതിന്നിട്ടോ, തത്തമ്മച്ചുണ്ട് ചുവന്ന തളിവെറ്റിലതിന്നിട്ടോ, മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ. തനതിന്ദത്താനതിന്ദ താനിന്നിട്ടാനതിന്ദ താനിന്നു, താനതിന്ദ താനതിന്ദ തിന്തിന്നോ, താനിന്നി താനതിന്ദ തിന്തിന്നോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. കണ്ണിൽ കവിത വിരിഞ്ഞ മയിലാട്ടം കണ്ടിട്ടോ, മൈക്കണ്ണിൽ കവിത വിരിഞ്ഞ മയിലാട്ടം കണ്ടിട്ടോ, മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ, മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ. തനതിന്ദത്താനതിന്ദ താനിന്നിട്ടാനതിന്ദ താനിന്നോ, താനതിന്ദ താനതിന്ദ തിന്തിന്നോ, താനിന്നി താനതിന്ദ തിന്തിന്നോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. താങ്ക് യു. താങ്ക് യു. ഒരു ഉത്സവ പ്രതീതി നൽകിയ മധുവിന്റെ ഗാനത്തിന് ശേഷം മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തനുവായി പെയ്തിടും കനവായി തോർന്നിടും പൂമഞ്ഞിലെ വെയിൽ നാളം പോൽ നിൻ കണ്ണിലൻ ചുംബനം തൂവലായി പൊഴിഞ്ഞൊരേ ആർദ്രമാം നിലാവിൻ
പാട്ട് ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എഴുതിയതാണ്. ഒന്ന് പാടി നോക്കാം. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഞങ്ങളുടെ വി ബെസ്റ്റ് വീരകഥ. ഞങ്ങളുടെ വി ബെസ്റ്റ് സൂപ്പറാണ്. ബൈജു സാറും ടിൻസി മേമും ജോയ് സാറും ടീച്ചറുമുണ്ട്. മെഡിറ്റേഷനും യോഗയുമുണ്ട്. ഹൈ ഹൈ കേൾക്കണോ. ജയകുമാർ സാറേ, താങ്ക് യു. ടൈം കറക്റ്റ് ആണ്, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അപ്പൊ എല്ലാം അതൊക്കെ വന്ന് അവസാനിക്കുന്ന സംഗീതത്തിലായതുകൊണ്ട് അതെ അതെ ജയകുമാർ സാർ കണ്ടിന്യൂ പ്ലീസ് സാർ. താങ്ക് യു. അതാണ് അത് ഈശ്വരൻ നിയോഗമാണ്. ഈ പാട്ടുകളൊക്കെ വരണം. ആ സംഗീത എല്ലാം അവിടുത്തെ സങ്കല്പമില്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സാറ് പറഞ്ഞ ആ ഒരു ശ്ലോകമാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. ആ ശ്ലോകം ഞാൻ പഠിച്ചു മറന്നൊരു ശ്ലോകം, അത് ചൊല്ലിന് വളരെ നന്ദി. അതിന്റെ അർത്ഥം പറഞ്ഞു സാറ്. ജപകോടി ഗുണം ധ്യാനം, ധ്യാനകോടി ഗുണം ലയം, ലയകോടി ഗുണം ഗാനം, ഗാനാ പരതരം നഹി. അതിന്റെ അർത്ഥമാണ് ബൈജു സാർ പറഞ്ഞത്. കോടി ജപം ചെയ്യുന്ന ഗുണമാണ് ധ്യാനം, കോടി ധ്യാനം ചെയ്യുന്ന ഗുണമാണ് ലയം, കോടി ലയത്തിന്റെ ഗുണമാണ് ഗാനം, ഗാനാ പരതരം നഹി. ഗാനത്തിലപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്നു. അതാണ് സാർ പറഞ്ഞ ഒരു ഇതിന്റെ സാരത്തിന്റെ ശ്ലോകം. അതാണ് പഠിച്ചു മറന്നൊരു ശ്ലോകം. അത് ഓർമ്മിച്ചതിന് വളരെ നന്ദി ബൈജു സാർ. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും ഇത് നമ്മള് സംഗീത ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിച്ചു. സമയം 6:20 നമുക്ക് എത്ര സമയം വരെ ഉണ്ട്? ഒരു 10 മിനിറ്റ് സമയമുണ്ടോ എങ്കിൽ പെട്ടെന്ന് ചുരുക്കി പറയാം. സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. എന്താണ് സംഗീതം? മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സമ്യക്കാകുന്ന ഗീതം, നല്ല ഗീതം എന്നാണ് സംഗീതം. സംഗീതം എന്താണ് ചെയ്യുന്നത്? വാട്ട് മ്യൂസിക് ഡസ് ടു ദിസ് വേൾഡ്. സംഗീതം ലോകം മുഴുവൻ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു, സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു, ആത്മാവിനെ തൊട്ടുണർത്തും. അതാണ് സംഗീതം. ഒരുപാട് കവിതകൾ കേട്ടു. സംഗീതം ഭക്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ബോങ്കാർ ടീച്ചർ പാടിയപ്പോ എല്ലാവരും കണ്ണന്റെ സന്നിധിയിൽ എത്തിയില്ലേ? സംഗീതം കൊണ്ട് ഈശ്വരന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. യോഗയും സംഗീതവും രണ്ടല്ല ശരിക്കും. അതാ രണ്ടും ഒരു ദിവസം വന്നത്. നാദയോഗ എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. യോഗയുമായിട്ട് വളരെ ബന്ധമുണ്ട്. പ്രാണായാമം ചെയ്യുന്നവർക്ക് നന്നായി പാട്ട് പാടാൻ കഴിയും. ബ്രത്ത് കൺട്രോൾ എല്ലാം മ്യൂസീഷ്യൻസ് എല്ലാം പറയും, ഐഡിയ ശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞു പ്രാണായാമം അവരുടെ ഗ്രോമിംഗ് സെഷനിലൊക്കെ ചെയ്യിക്കാറുണ്ട്. കാരണം സസ്റ്റെയിൻ ചെയ്ത നോട്ട്സ് എല്ലാം പിടിക്കാനായിട്ട്, എന്ന് പറഞ്ഞാൽ അത് നീട്ടി കൊണ്ടുപോകാനായിട്ട് ബ്രത്ത് കൺട്രോൾ ആവശ്യം. യോഗയായിട്ട് ബന്ധമുണ്ട് സംഗീതത്തിന്. അതും അത് യോഗ ശരീരത്തിന് ആരോഗ്യം നൽകുന്നു. ശരീരത്തിന് ആരോഗ്യം ഉള്ളവർക്ക് മാത്രമേ നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുള്ളൂ. നാഭിയിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അപ്പൊ അത് വീക്കാവുമ്പോൾ ശരീരത്തിന് ബലം ഉണ്ടെങ്കിൽ നന്നായിട്ട് പിച്ചുകളെല്ലാം എടുക്കാൻ കഴിയും. ഹൈ പിച്ചും ലോ പിച്ചെല്ലാം നമുക്ക് ഉണ്ടാവാനായിട്ട്. അപ്പൊ അത് ആരോഗ്യമായിട്ട് എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് നാദയോഗയാണ്. സംഗീതത്തിന് മറ്റു വികാരങ്ങളല്ല, വികാരങ്ങളുടെ ഭാഷയാണ്. പ്രണയം ആണെങ്കിൽ പ്രണയം, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമായാലും വിപ്ലവമായാലും എല്ലാം സംഗീതത്തിലൂടെ വരുന്നുണ്ട്. ആക്ച്വലി കവിതയ്ക്ക് കൊടുക്കുന്ന ഒരു ഉടുപ്പാണ് സംഗീതം. വെറുതെ കവിത ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഒന്നുമില്ലല്ലോ. ഇപ്പോ എന്താ പറയുക, ഒരു കവിത നമ്മൾ ഒരു ഭഗവാനെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ ശരി അല്ലെ? തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണുക. കവിത ചൊല്ലുമ്പോൾ വെറുതെ അങ്ങനെ ചൊല്ലുമ്പോൾ ഒരു സുഖമില്ല. അത് രാഗത്തിൽ ചൊല്ലുമ്പോൾ തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ആ ഭാവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ ഭക്തിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന മ്യൂസിക്കാണ്. ഇപ്പോ കവിതയ്ക്ക് നമ്മൾ ഉടുപ്പിക്കുന്ന പട്ടുടുപ്പാണ് സംഗീതം. അതാണ് സംഗീതത്തിന്റെ ഒരു ആശയവിനിമയം. കവിതയെ കൂടുതൽ മിഴിവുറ്റതാക്കി മനസ്സിലെത്തിക്കുന്നു. അങ്ങനെ ഭക്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് നയിക്കാൻ സംഗീതത്തിന് വലിയ കഴിയും. സർവ്വ ജീവജാലങ്ങളും സംഗീതാസ്വദിക്കും. എല്ലാ ജീവജാലങ്ങൾക്കും ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം പണി പാമ്പ് പോലും ആസ്വദിക്കുന്നു. സർവ്വ ജീവജാലം പക്ഷി മൃഗാദികളെല്ലാം ആസ്വദിക്കുന്ന സംഗീതം എന്നാണ് പറയുന്നത്. അപ്പോ നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ അതെ, യാദൃശ്ചികമല്ല, ശരിയാണ്, യാദൃശ്ചികമല്ല, രണ്ടും വളരെ ബന്ധപ്പെട്ടിരിക്കും. നാദയോഗമാണ് സംഗീതം. അപ്പോൾ മൃഗങ്ങൾ പോലും സംഗീതം കേട്ട് തലയുയർത്തി അവർ ചെയ്യുന്ന, വെള്ളം കുടിക്കുന്ന ആനയോ അല്ലെങ്കിൽ തലയുയർത്തി നോക്കൂ, ശബ്ദം കേട്ടാൽ ആ ശബ്ദം നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പോൾ ആ ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാത് കൂർപ്പിച്ച് കാട്ടിലെ മൃഗങ്ങളൊക്കെ ചെറിയൊരു അനക്കം കേട്ടാൽ കാത് കൂർപ്പിച്ച് നിൽക്കുന്നു. അപ്പോൾ ആ സംഗീതം കേട്ട് കഴിഞ്ഞാൽ, കണ്ണന്റെ സംഗീതം കേട്ട് പശുക്കൾ പുല്ല് തിന്നാൻ പോലും മറന്നു നിന്നതായിട്ട് കാളിന്തി തീരത്ത് എന്നുള്ളത് വർണ്ണിക്കുന്നുണ്ട് പുരാണം. അപ്പോൾ ഓടക്കുടൽ നാദം കേട്ട്
അപ്പൊ അതാണ് സംഗീതത്തിന്റെ മാന്ത്രിക ശക്തി. ഇതിൽ സപ്തസ്വരങ്ങളാണ് ഇത് ബേസ്. സരി ഗമ പധ നീ സാ, നീ വരെയുള്ളൂ. സരിഗമ പധ നീ അല്ലെ, 7 സ്വരങ്ങൾ. വീണ്ടും സായിലേക്കാ പോകുന്നത്. കുറെ ശിഷ്യന്മാർ ഇവിടെ ഉണ്ട്. അപ്പോ എന്റെ അടുത്ത് സംഗീതം പഠിച്ചിട്ടുള്ളവരുണ്ട്. സരിഗമ പധനിയാണെന്ന് എല്ലാവർക്കും അറിയാം. പഠിച്ചില്ലെങ്കിൽ ഉള്ളിൽ സംഗീതം ഇല്ലാത്തതായിട്ട് ആരുമില്ല നമ്മൾ. അപ്പൊ ആരും സംഗീതം പഠിച്ചിട്ടല്ല കുഞ്ഞിന് താരാട്ട് പാടുന്ന അമ്മ അല്ലെ. എന്റെ അമ്മായി 7 മക്കളാണ് എന്റെ അമ്മായിക്ക്. അമ്മായി സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മായിപ്പില്ല. കുട്ടികളെ ഉറക്കിയിരുന്ന ഒരു പാട്ട് കുട്ടിക്കാലത്ത് എനിക്ക് ഓർക്കും. തൂക്കലിട്ട് ഇങ്ങനെ ആട്ടുമ്പോ കുട്ടികളെ ഇങ്ങനെ പാടുന്നു. ഏത് രാഗമാണ്, അതിന് വരികളുണ്ടോ, ഒന്നുമില്ല. ആ ഒരു പാട്ട് കേട്ട് കുഞ്ഞ് സുഖമായി ഉറങ്ങും. അതുപോലെ ചെണുങ്ങി ഇരിക്കുന്ന കുട്ടി സുഖമായി ഉറങ്ങും. ഞാൻ നോക്കി നിന്നുണ്ട് കുട്ടിക്കാലത്ത്. ആ സംഗീതത്തിന്റെ മാസ്മരികത ഇപ്പൊ ആലോചിക്കും മനസ്സിൽ. അമ്മായിയുടെ ആ ഒരു മൂളിപ്പാട്ട് കേട്ടിട്ട് അമ്മായിയുടെ 7 മക്കൾ അതുപോലെ ഉറങ്ങി ഉണർന്നുണ്ടാവും. പാട്ട് കേട്ട് ഉറങ്ങുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതാണ് സംഗീതത്തിന്റെ മാസ്മരികത. എല്ലാവരുടെ ഉള്ളിലുണ്ട് സംഗീതം. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ ഒരു മൂളിപ്പാട്ടോടെ ചെയ്യില്ല പലരും. അത് സംഗീതം പഠിച്ചിട്ടാണ്. എവിടെയെങ്കിലും പോയി ഗുരുനാഥന്റെ അടുത്ത് താളരാഗം പഠിച്ചിട്ടല്ലല്ലോ പാടും. ഉള്ളിലുള്ളതാണ് അത്. എല്ലാവരുടെ ഉള്ളിലുണ്ട്. അറിയാതെ ചില സമയത്ത് അത് പുറത്തേക്ക് വരും. ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംഗീതം. അപ്പൊ ഇത് സപ്തസ്വരങ്ങൾ ഓരോ ദേവതകളാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടില് സ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, രി എന്ന ബ്രഹ്മാവാണ്, ഗ എന്ന സ്വരം സരസ്വതിയാണ്, മാ എന്നത് ശിവനെയാണ്, പ എന്നത് വിഷ്ണുവാണ്, ധ എന്നത് ഗണേശനാണ്, ഗണപതിയാണ്, നീ എന്നത് സൂര്യ ഭഗവാനാണ്. ഇങ്ങനെ സപ്തസ്വരങ്ങൾ ഓരോ ദേവതകളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ സപ്തസ്വരങ്ങൾ ശരിയായ രീതിയിൽ ചൊല്ലിയാൽ ദേവതകൾ പ്രസാദിക്കുന്നു. നമ്മുടെ അസുഖങ്ങൾ മാറും, നമുക്ക് സ്വാസ്ഥ്യം ഉണ്ടാകും. അസ്വാസ്ഥ്യം മാറി സ്വാസ്ഥ്യം ഉണ്ടാകുന്നു. അതാണ് മ്യൂസിക്കിനുള്ള കഴിവ്. അതേസമയം ഭ്രമാത്മകമായ സംഗീതമുണ്ട്. ഹിറ്റ്ലർ ഉപയോഗിച്ചിരുന്നു. നാസി അവിടെ ഹിറ്റ്ലർ ജയിലിൽ അടച്ച്, തുറുങ്കിൽ അടച്ച ആൾക്കാരെ ഭ്രമാത്മകമായ സംഗീതം, എത്രയോ ബില്യൺ വാട്ട്സ് മ്യൂസിക് അവിടെ കടത്തി വിട്ടു. അങ്ങനെ അവരെ ഭ്രാന്തന്മാരാക്കി തീർത്തു. നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഇത്ര ഡെസിബൽ എന്നൊരു കണക്കുണ്ട്. അതിൽ മേലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിച്ചു. അത്രയും വലിയ ജാക്ക് റോക്ക് മ്യൂസിക് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ റൂമില് അത്രയും അധികം വെച്ച് ഇരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാം. കുറച്ച് സംഗീതത്തിന്റെ ആ ഒരു ഫ്രീക്വൻസിയാണ്. ചിലരെ നൃത്തം ചെയ്യിക്കുന്നില്ല ചില സംഗീതം. അത് ഒരു താളം, ആ നൃത്തം മനുഷ്യനെ താളം തുള്ളിക്കുന്നുണ്ട്. അതൊക്കെ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നതിന് തെളിവാണ്. നല്ലൊരു പാട്ട് പാടും മൊബൈൽ. സോറി സാർ. ഓക്കെ ഡൺ. ഓക്കെ ഇപ്പൊ ഓക്കെയാണ്. കണ്ടിന്യൂ സാർ. കേൾക്കാവോ? കേൾക്കാം. കണ്ടിന്യൂ. ഓക്കെ. എനിക്കിപ്പോ നിങ്ങളെ കാണാനില്ല. കേൾക്കാം അല്ലേ? കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ. അപ്പൊ അതാണ് സംഗീതത്തിന്റെ ഓരോ രാഗം ഓരോ മന്ത്രമാണ്. ശരിക്കും ഒരു മരുന്നാണത്. ഹീലിംഗ് എനർജിയാണത്. അപ്പൊ കുറച്ച് രാഗങ്ങള് എനിക്കതൊരു എന്താ പറയാ, ആ രാഗങ്ങളെ കുറിച്ച് കുറച്ച് പറയാം. അതിനിടയ്ക്ക് ചെറുതായിട്ട് ഓരോന്ന് പാടാം. ഓരോ രാഗങ്ങൾക്ക് മ്യൂസിക് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്താണ് ജോസഫ് ജോൺ സാർ. വളരെയധികം സംഗീതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെക്കാൾ വളരെ മുന്നേ. അപ്പൊ ചില രാഗങ്ങൾ ആയിട്ട് ബന്ധമുള്ള ഹീലിംഗ് തെറാപ്പി വരുന്ന രാഗങ്ങളെ കുറിച്ച് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഇവിടെ പറയുകയാണ്. കേൾക്കാമല്ലോ അല്ലെ? ക്ലിയർ ആണ് സർ, കേൾക്കാം. ക്ലിയർ ആണ്. എന്നെ കാണാം അല്ലെ? എനിക്ക് നിങ്ങളെ കാണാനില്ല എന്ന് മാത്രം. ക്യാമറ ഓഫ് ആയി പോയതുകൊണ്ട് സാരമില്ല. ആഹിർ ഭൈരവ് എന്നൊരു രാഗം പറയുന്നുണ്ട്. റിലാക്സേഷൻ ഉപയോഗിക്കും. അത് അലർജി, ഡസ്റ്റ് അലർജി, സ്കിൻ ഡിസീസ്, ഇതിനൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും അതിന്റെ പാട്ടുകളൊക്കെ. അമൃതവർഷിണി രാഗം, മഴ പെയ്ക്കുന്ന ചൂട് കുറയ്ക്കും. അമൃതവർഷിണിയിൽ ഞാൻ എന്റെ ഗുരുനാഥന്റെ അടുത്ത് നിന്ന് ഒരു കീർത്തനം പഠിച്ചു. സുധാമയി സുധാനിധി സുമസരേഷു കോദണ്ഡേ സുധാമയി സുധാനിധി സഗമ പനി സനി പമഗ സ. ഈ രീതിയിലാണ് ആ രാഗം പോകുന്നത്. അമൃതവർഷിണി രാഗമാണ്, മഴ പെയ്യിക്കുന്ന രാഗമാണ്. ആനന്ദ ഭൈരവി രാഗം കേൾക്കാത്തില്ലല്ലോ, സിനിമ പാട്ടുണ്ടല്ലോ. ആറാട്ടിനാടകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തീരതള്ളി ആനന്ദ ഭൈരവി. അതിൽ വേറെയും പാട്ടുണ്ട്. ശബരിമലയിൽ തങ്ക സൂര്യോദയം. ഭാഗ്യശ്രീ എന്നൊരു ആനന്ദഭൈരവി രാഗത്തിന് വയറുവേദന കുറേ, കിഡ്നി പ്രോബ്ലംസ് നല്ലതാണ്, BP എന്നുള്ളതിനൊക്കെ നല്ലതാണ്. ഭാഗ്യശ്രീ രാഗമുണ്ട്. ഗുരുവിന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ നല്ലതാണ്. ഞാൻ അത് ഷെയർ ചെയ്യാം അതിന് ശേഷം. ഭൈരവി രാഗം
ആങ്സൈറ്റി, പ്രഷർ, അതുപോലുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന, തെറാപ്പി ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. നമ്മളൊന്നും ഭാവിയിൽ അതെല്ലാം നമുക്ക് വിഭാവനം ചെയ്യാം. ആ ലെവലിലേക്കൊക്കെ നമ്മൾ പോകണം. ിലൂടെ ഭൂപാള രാഗം ഉണർത്താൻ ഉപയോഗിക്കുന്നു അല്ലെ? ഭൂപാളം എപ്പോഴും ഉണർത്താൻ ഉപയോഗിക്കുന്നു. പ്രഭാതമാ തൃക്കണീക്കിയാലും പ്രസാദമാം പൊന്നൊളി തൂക്കിയാലും ഭൂപാള രാഗം. അതുപോലെ ദേശരാഗം, ഇന്ദ്രിയ നിഗ്രഹം, ശാന്തി, സന്തോഷതെല്ലാം തരുന്നത്. ദ്വിജാവന്തിയുടെ ഗാനമൂർത്തി, ഡയബറ്റീസിന് നല്ലതാണ് പറയുന്നത്. ഹംസധ്വനി, സർവ്വരോഗ സംഹാരം. ഹംസധ്വനി രാഗം വളരെ ഫേമസ് ആണ്. വാതാപി ഗണപതി കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? കേൾക്കാമല്ലോ അല്ലെ എന്നെ പറയുന്നത്? കേൾക്കാം കേൾക്കാം വാതാപി ഗണപതി കേട്ടു. വാതാപി ഗണപതിം ഭജേഹം, വാതാപി ഗണപതിം ഭജേ, സരിഗപനിസ സനിപ ഗരി സ. രവീന്ദ്രൻ മാഷ ഇഷ്ടപ്പെട്ട പ്രിയ രാഗമാണ് ഹംസധ്വനി. ഒരുപാട് പാട്ടുകൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഹംസധ്വനി. ഇന്ദോള രാഗം ഡൈജഷന്, സ്റ്റൊമക്ക് റിലേറ്റഡ് പ്രോബ്ലംസിന് വളരെ നല്ലതാണ്. കല്യാണി രാഗം എനർജി, ഒരുപാട് ഗുണങ്ങളുണ്ട് കല്യാണി രാഗത്തിന്. മരണഭയത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതാണ്. ഓരോ രാഗത്തിന് ഓരോ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ. ഈ രാഗങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആ രാഗത്തിലുള്ള ആ രാഗം പ്ലേ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊക്കെ നെറ്റും സൗകര്യങ്ങളും ഉണ്ടല്ലോ, നമുക്ക് അതിനനുസരിച്ചുള്ള ഇത് നമുക്ക് പ്രദാനം ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ഓക്സിറ്റോസിൻ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സംഗീതം കേൾക്കുമ്പോൾ, വൈബ്രേഷൻസ്. കാപ്പി രാഗം, കാപ്പി എന്നുള്ളത് ഒരു ഡ്രിങ്ക് മാത്രമല്ല, രാഗത്തിന്റെ പേരാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി കുറയ്ക്കുന്നവരെ. നിസ നി ഭഗവരി പഗാരി സരി നിസ, ഇങ്ങനെ പോകുന്നുണ്ട് അതിന്റെ രീതി. ഖരഹര പ്രിയ, ഹാർട്ട് ഡിസീസിന് നല്ലതാണ്. പക്കല നിലബടി ഗോലി ജേ മൂച്ചട ബാഗാദൽ പര. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഹലോ, എന്നെ കേൾക്കാം സർ, കേൾക്കാം സർ, കണ്ടിന്യൂ. മധ്യമാവധി രാഗം, പാരാലിസിസ്, ഗിഡിനെസ്, ലെഗ് പെയിൻ എല്ലാം നല്ലതാണ്. മധ്യമാവധി രാഗം. ധർമ്മ സംവർദ്ധനി ധനുജ സംവർദ്ധനി ധരാധരാത്മജേ അജേ ദയയാ മാം പാഹി പാഹി ധർമ്മ സംവർദ്ധനി. മധ്യമാവധിയാണ്. മലയമാരുതം, മലയമാരുതരാഗം ഒരു പാട്ടിൽ വരുന്നുണ്ട്. മലയമാരുതം, മലയമാരുതത്തിന് അതുപോലെ തന്നെ ടെൻഷനും ആങ്സൈറ്റി എല്ലാം കുറയ്ക്കാൻ പറ്റുന്ന രാഗമാണ്. ഡിപ്രഷനും ഒരു ഇതാണ് മലയമാരുത രാഗം. അതുപോലെ തന്നെ മോഹനം, മോഹനരാഗം സരി ഗ പധ സ സാധാ പഗരി സ. കാമക്രോധ മോഹങ്ങളെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. മനോനിയന്ത്രണമാണല്ലോ ജീവിത വിജയം ആവശ്യം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്. രാവിലെ 4 മണിക്ക് എണീക്കുന്നത് അടക്കം ഒക്കെ ആ മനോനിയന്ത്രണം സാധിച്ചാൽ മാത്രം സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആധ്യാത്മികതയും എല്ലാം ഊന്നലും. ഭൗതികമായ വിജയത്തിനും ആധ്യാത്മിക വിജയത്തിനും മനസ്സിനെ ജയിക്കണം. മനയേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ എന്ന് ഗീതയും പറഞ്ഞു വെച്ചു. അപ്പൊ മനസ്സിന്റെ നിയന്ത്രണത്തിന് ഈ രാഗം സഹായിക്കുന്നു. ഫോക്കസ് ചെയ്യാൻ മ്യൂസിക് സഹായിക്കുന്നുണ്ട്. നീലാംബരി രാഗം, അതുപോലെ സിന്ധു ഭൈരവി, റിമൂവ്സ് സോറോസ് എന്നാ പറയുന്നത്, ദുഃഖങ്ങളില്ലാതെ. സിന്ധു ഭൈരവിയിൽ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ അതില് വെങ്കടാചല നിലയം ഒരു കീർത്തനം വളരെ ഫേമസ് ആണ്. വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം പങ്കജനേത്രം പരമപവിത്രം തുമ്പുരു നാരദ ഗാനവിലോലം തുമ്പുരു നാരദ ഗാനവിലോലം വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം. അതുപോലെ ശിവരഞ്ജിനി, ശങ്കരാഭരണം, ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള മെന്റൽ ഇൽനെസ്സിന് വളരെ നല്ലതാണ് ശങ്കരാഭരണം. ഓംകാരനാദാനുസന്ധാനമൗ ഗാനമേ ശങ്കരാഭരണമു ശങ്കരാഭരണമു
സിനിമാ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ശങ്കരഭരണം സെർച്ച് ചെയ്താൽ മതി, ഒരുപാട്. ഷൺമുഖപ്രിയ, ഷൺമുഖപ്രിയ രാഗമോ ഉള്ളിലെ പ്രേമഭാവമോ എന്നെ ഞാനാക്കും ഗാനമോ, ഒരു പാട്ടില്ലേ? സിദ്ധി വിനായകം അനിശം ചിന്തയാഭ്യഹം, വസന്തരാഗം. ഇങ്ങനെ ഓരോ രാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ശാരീരികമായ തലത്തിലും മാനസികമായ തലത്തിലും ആധ്യാത്മികമായ തലത്തിലും കൊണ്ടുവരാൻ കഴിയും എന്നതാണ് ഇന്നത്തെ സംഗീത ദിനത്തിൽ എനിക്ക് പറയാനുള്ള സന്ദേശം. ഒരു പാട്ടൊന്നും പാടാത്ത കഴുതയുണ്ടോ എന്ന് നാടൻ ഒരു പാട്ടുണ്ട്. അതായത് സംഗീതം മൂളാത്തവരായ ആരുമില്ല. അപ്പൊ ആത്മാവിന്റെ മന്ത്രമാണ് സംഗീതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വാക്കുകൾ ദൈവത്തിന് മുന്നിൽ, ഭഗവാന് മുന്നിൽ, നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. താങ്ക് യു ഓൾ എന്നൊരു ഓപ്പർച്യൂണിറ്റി. കാരണം ഈ സംഗീതത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നത്, എന്നിലെ കല തിരിച്ചറിയാൻ പോലും എന്നെ സഹായിച്ചത്, എന്റെ വില തിരിച്ചറിയാൻ സഹായിച്ചത് ദീപസ്റ്റ് ആണ്. ദീപസ്റ്റിനോട് ഞാനെന്നും കടപ്പെട്ടിരിക്കുന്നു. പഞ്ചമം എന്ന പേരിൽ ഒരു മ്യൂസിക് ക്ലാസ് തുടങ്ങാൻ പ്രേരിപ്പിച്ചതും അത് തുടങ്ങാൻ ഉള്ള ഒരു ധൈര്യം തന്നതൊക്കെ ബൈജു സാറാണ് എന്ന് എവിടെയും ധൈര്യമായിട്ട് പ്രസ്താവിക്കാൻ ഉള്ള ഒരു കാര്യമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അതിനുശേഷം ഈ സംഗീത യാത്രയിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി. കുറച്ചുകൂടി സീരിയസ് ആയി ഇതിനെ അപ്രോച്ച് ചെയ്തു. വേറൊരു സംഗീത വിദ്യാലയത്തിൽ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി, അവിടെയുള്ള കുട്ടികൾക്കായിട്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് എൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകൾ സജീവമായത് വിബസ്റ്റിൽ വന്നതിന് ശേഷമാണ്. അതിന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനത്തിൽ എനിക്കൊരു അവസരം തന്നതിന് എന്നെ ആദരിച്ച് നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സജി സർ. താങ്ക് യു ജയകുമാർ സാർ. നമ്മൾ ഈ അറബി കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതാ അവസ്ഥയാണ് എൻ്റെ ഇപ്പോൾ. കാരണം ഈ രാഗങ്ങളെ കുറിച്ചൊക്കെ സോമേട്ടനും അതേ അവസ്ഥയാണ്, ശരിക്കൊന്നും വേണ്ട. കാരണം ഒരു സിനിമ കണ്ട, തമിഴ് സിനിമ കണ്ട ഓർമ്മ വരികയാണ് നമ്മുടെ സംഗീതത്തിന് ഭാഷയില്ല സർ, പറഞ്ഞല്ലോ. അതെ, ഹാസ്യനടൻ വടിവേലു ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കും. എന്നിട്ട് സംഗീതം അവിടെ ആരംഭിക്കുമ്പോൾ അങ്ങനെ കയ്യൊക്കെ ആക്കി വളരെയധികം സന്തോഷത്തോടു കൂടി കയ്യൊക്കെ ആക്കുമ്പോൾ പാടുന്ന ആൾ വിചാരിക്കും കേൾക്കുന്ന ആൾ ഭയങ്കര നോളേജുള്ള ആളാണ് എന്നുള്ള പോലെ. പക്ഷെ ഒന്നും അറിയാത്തവർക്കും ഈ താളം പിടിക്കാമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകതയായി ഞാൻ കണ്ടത്. അതുപോലെയാണ് ഈ രാഗങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ. കാരണം നമ്മളെ പാട്ടുകൾ കേൾക്കും. ഇപ്പൊ അത്യാവശ്യം വി ബെസ്റ്റ് വന്നതിന് ശേഷം ഇവിടെ എല്ലാവരും പാട്ടുകാരാണ്. നേരത്തെ വി ബെസ്റ്റ് ആർട്സ് ഡേക്ക് നമ്മൾ തലേ ദിവസം വൈകിട്ട് തുടങ്ങുന്ന അധ്വാനം, നാളെ ഒരു പാട്ട് പാടുമോ ചോദിച്ചിട്ട്. ഇപ്പോ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ പാടണം പറഞ്ഞാൽ പാടുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാം. ജാൻപി സാർ ഉൾപ്പെടെ. കൃഷി മണ്ണിനാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജാൻപി സാർ ഒരു അവസരത്തിന് കാത്തിരിക്കുന്നുണ്ട്. അടുത്ത ആർട്സ് ഡേന് പ്രത്യേകം ഓർമ്മിക്കണം. അപ്പൊ അങ്ങനെ സംഗീതത്തെ സ്നേഹിക്കാത്തവരും ഇഷ്ടപ്പെടാത്തവരുമായി ആരുമില്ല. പ്രത്യേകിച്ച് ജയകുമാർ സാർ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചപ്പോഴാണ് ജയകുമാർ സാറെ വെറും ജയകുമാർ പാലക്കാടിൽ നിന്നും ഒരു സംഗീത ഗുരുവായി മാറ്റാൻ ബീബസ്റ്റിനെ കഴിഞ്ഞത്. അപ്പൊ അത് അതിന്റെ പാരമ്പര്യത്തിലേക്ക് എത്തിക്കാൻ ജയകുമാർ സാറെ ക്ലാസ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ്. കാരണം ബീബസ്റ്റ് ആൾക്കാർ മാത്രമല്ല സംഗീതം പഠിക്കേണ്ടത്. പാലക്കാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരുപാട് ആൾക്കാർ പഠിക്കാൻ വേണ്ടി വെമ്പെടുപ്പ് വന്നവരുണ്ട്. അപ്പൊ അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനൊരു മാറ്റം വരുത്താൻ തയ്യാറാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, സമയം കൂടുതലായതുകൊണ്ട് ഇനിയിപ്പോ നമ്മുടെ 9-ാം തീയതി സെലിബ്രേഷന്റെ വീഡിയോസിന് സമയമില്ല എന്ന് തോന്നുന്നു, അല്ലേ സാർ? മോഹനേട്ടന് എന്തോ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ അതുകൂടി പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. അത് മറ്റൊരവസരത്തിലായാലും മതി, അത് സമയമായെങ്കിൽ ഓക്കെ ഓക്കെ, മറ്റൊരവസരത്തിലേക്ക് എന്താണ് സമുജി പറഞ്ഞേ? ഭൈരവി രാഗത്തിനെ പറ്റിട്ടൊന്ന് പറയാൻ പറയുകയാണ്. അതെ, ഇന്നത്തെ ഡേയിൽ തന്നെ പറയണമെന്നാണ് പറഞ്ഞത്. ഭൈരവി രാഗത്തിൽ തന്നെ പറയണമെന്നാണ്. മോഹൻജി പറയുമ്പോ അനുരാഗത്തെ കുറിച്ച് പറയും. ജോസ് കുര്യൻ സാറിന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന രാഗമാണ് അനുരാഗം. ശരി, മോഹൻജിക്ക് ഒരു മോഹന രാഗം ഉണ്ടല്ലോ, പിന്നെ ടീച്ചറേ അതൊന്ന് പാടിക്കൊടുക്കൂ. പാടിക്കൊടുക്കാം. ശരി,
താങ്ക് യു മോഹനേട്ട. മോഹനേട്ടൻ കുറച്ച് സമയം എടുത്തുകൊണ്ട് വേണം മോഹനേട്ടന്റെ ക്ലാസ് ഒക്കെ അതെ. വരാൻ. അതെ 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 ഇത് അടുത്ത ആഴ്ചയിലേക്ക് അടുത്ത ദിവസം ആക്കാം. അതെ അതെ അടുത്തത്. അതുമല്ല എല്ലാരും കേൾക്കണം, മിസ്സായെന്ന് പറയും, പിന്നെ അത് പ്രശ്നമാവും. ഓക്കെ, താങ്ക് യു സൈ സർ. ഔപചാരികമായി നന്ദി പറയാൻ നമ്മുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പൊ ആലോചിച്ചു ഇത് ആരാണ് ഈ വേഷത്തിലൊക്കെ നിൽക്കുന്നതെന്ന്. നായർ സാബിന്റെ ഒപ്പം ഇതാണ് അന്യൻ. സൗമ്യജി വിശേഷിപ്പിച്ചതുപോലെ യൂണിഫോം ഇട്ടാൽ തന്നെ അവര് വേറെയാണ്. അതേ ഭാവമാണ് ഇന്നത്തെ ഇവിടെ നിഷ്കളങ്ക ഭാവം. ഇന്നത്തെ നന്ദി പറയുന്നത് കാർത്തികജി. കാർത്തികജി, താങ്ക് യു സർ. നന്ദി പറയാനല്ലേ? നന്ദി, താങ്ക്സ്. ഇന്നല്ല എന്നും നമുക്ക് സർവീശ്വരനോട് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് അൺകണ്ടീഷണൽ ലവ്, ഫോർഗിവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് പഠിപ്പിച്ചു തന്ന് എല്ലാ പ്രഭാതത്തിലും നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഗുരുനാഥൻ വൈദ്യ സാറിനും പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡിൻസി മാമിനും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ കോർ ടീം ആരെയും മൂന്നുപേരെയും ഞാൻ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവും. മൂന്നുപേരെ ആരെ പറയുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സജീഷ് സാർ, ജോയ് സാർ, ഐസക് സാർ, മൂന്നുപേരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ ആർട്സ് ഡേയുടെ എല്ലാ തവണയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രോഗ്രാം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ജോൺ സാറിനെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് ഉണ്ണിക്കണ്ണന്റെ പ്രാർത്ഥന ചൊല്ലി തന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മയങ്ങിയിരുന്നു പോയി. അത്രയും മനോഹരമായിട്ട് കണ്ണന്റെ അടുത്ത് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഓംകാര ടീച്ചർ എത്രയും സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. അതേപോലെ ഹൃദയം നിറഞ്ഞ് നമ്മളെ സങ്കല്പത്തിന്റെ ശക്തിയിലേക്ക് കൊണ്ടുപോയ നമ്മുടെ ബഹുമാനപ്പെട്ട RK സർ, ക്യാപ്റ്റൻ, അദ്ദേഹത്തിനോടും നന്ദി അറിയിക്കുകയാണ് വിബസ്റ്റിന് വേണ്ടി. വളരെയധികം രാഗങ്ങൾ ഞാൻ കുറെയൊക്കെ എഴുതി വെച്ചു, പക്ഷെ എനിക്ക് മുഴുവനായിട്ടും കിട്ടിയില്ല. സാർ ഒന്ന് ഗ്രൂപ്പിൽ ഇടണം എന്നാണ് ഒരു അപേക്ഷയുള്ളത്. എന്ത് മനോഹരമായിട്ടാണ് സ്വതവേ ജയകുമാർ സാർ സംസാരിക്കുമ്പോഴേ നമുക്ക് വളരെ ശാന്തമായിട്ട് ഒരു പുഴ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് സാർ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ജയകുമാർ സാർ രാഗങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. ആ രാഗങ്ങൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ സാറിനെ വളരെ നിറഞ്ഞ സ്വാഗതം പറയുന്നു, നന്ദി പറയുന്നു, ഹൃദയത്തിൽ നിറഞ്ഞു നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസ് കുര്യൻ സാർ, നായർ സാർ, നമുക്ക് എന്താ പറയാ അത്രയും ഹൃദയത്തിൽ നിന്ന് അവരാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡല്. ഓൾഡ് ഏജ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന അതിനെ വളരെയധികം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന സ്മാർട്ട് ബോയ്സ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ 3 ലീഡേഴ്സിനെയും മറ്റെല്ലാവരെയും നമ്മുടെ ഹൃദയ ബന്ധുക്കളെ ദി ബെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ നന്മയുടെ ഒരു ഒഴുക്കാണ് വരുന്നത്. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ ഹൃദയ ബന്ധുക്കളെയും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്നേഹം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. കാർത്തികേയജിക്ക് നന്ദി. കാർത്തികേയജിന്റെ ക്രൂരമുഖം ഇന്നലെ കണ്ടത്. അത് യൂണിഫോമിന്റെ ക്രൂരതയാ. അതെ, ഒരു 3 സ്റ്റാർ ഉണ്ടായിട്ടില്ലേ അല്ലേ? അതെ അതെ, അത് വേറൊരു പോലീസുകാർക്ക് തൊപ്പി വയ്ക്കുമ്പോ ഒരു ഇതുണ്ടാവുമല്ലോ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ജീവിതം സംഗീത സാന്ദ്രമാകട്ടെ എന്ന് ഇന്നത്തെ ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്നലത്തെ ദിനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you. Thank you, sir. Thank you. Thank you. Welcome. Thanks.